നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കാര്യമേതാ? നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കാര്യം നിന്റെ ഭാര്യയ്ക്കും നിന്റെ മക്കൾക്കും നീ മേടിച്ചു കൊടുത്ത ഭക്ഷണം, നീ അവർക്ക് വേണ്ടി ചിലവഴിച്ച പൈസ, അതാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സദഖയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ മുന്നിൽ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സദഖയുടെ പ്രതിഫലം കിട്ടുന്ന കാര്യമേതാ? നീ നിന്റെ ഭാര്യയ്ക്കും നിന്റെ മക്കൾക്കും ഒരു ചുരിദാർ വാങ്ങിക്കൊടുത്ത, ഒരു സാരി വാങ്ങിക്കൊടുത്ത, ഒരു പർദ്ദ വാങ്ങിക്കൊടുത്ത, ഒരു കിലോ അരി വാങ്ങിക്കൊടുത്ത, അല്പം മാർക്കറ്റിൽ പോയി മീൻ വാങ്ങിക്കൊടുത്ത, ഈ വാങ്ങിക്കൊടുത്തത് അള്ളാന്റെ മുന്നിലെ ഏറ്റവും വലിയ സദഖയുടെ പ്രതിഫലം കിട്ടുന്ന കാര്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, കണക്ക് പറയുന്നവരാണ് നമ്മളിൽ പലരും. സ്വന്തം കുടുംബത്തിന് പോലും കൊടുക്കാത്തവരുണ്ട്. തൻ്റെ ഭാര്യയ്ക്ക് നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കാത്തവർ, ഭക്ഷണം വാങ്ങിക്കൊടുക്കാത്തവർ, മക്കളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാത്തവർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് അതാരാ കടന്നു വരുന്നത്? ഹിന്ദെന്ന് പറയുന്ന പെണ്ണ് കടന്നു വരികയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഹിന്ദ് റളിയല്ലാഹു തആല കടന്നു വരിക. ആരാ ഹിന്ദെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പെട്ടെന്ന് മറക്കാൻ കഴിയുന്ന ഒരു ചരിത്രമല്ല. ഹിന്ദ് റളിയല്ലാഹു തആല അൻഹുവിനെ നമുക്ക് മറക്കാൻ കഴിയില്ല. കാരണം സയ്യിദ് ശുഹദാഇ ഹംസ റളിയല്ലാഹു തആല അൻഹു, ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചും കരളുമെല്ലാം പടച്ചവനെ അവിടുന്ന് ചവച്ച് തുപ്പിക്കളഞ്ഞല്ലോ. ആ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലുന്നതിന് വേണ്ടി വഹ്ശിയെ ഏൽപ്പിച്ച ആളാണ് ഹിന്ദ് റളിയല്ലാഹു തആല. അവിടുന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഹിന്ദ് റളിയല്ലാഹു തആല അൻഹു, അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്തേപ്പാ മഹദിയുടെ പേര് പറഞ്ഞിട്ട് ഒരു റളിയല്ലാഹു തആല അൻഹ പറയാൻ മടി? മഹദിയായ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ. മഹദി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ മുസ്ലിം ആയതിനു ശേഷം കടന്നു വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയേ, ഇന്ന അബാ സുഫിയാൻ, തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അബൂ സുഫിയാൻ നബിയെ ചെലവിനൊന്നും തരുന്നില്ല. നബിയെ വലിയ ആളാ, ആൾക്കാരുടെ മുന്നിൽ വലിയ മഹാനാ, ഒരുപാട് സമ്പത്തുള്ള ആളാ, പക്ഷെ എനിക്കും എൻ്റെ മക്കൾക്കും ചിലവിന് തരുന്നില്ല. അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കും മക്കൾക്കും ചിലവിന് കൊടുക്കുന്നില്ല. റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, നബിയെ, അനുവാദമില്ലാതെ എൻ്റെ ഭർത്താവിൻ്റെ പൈസ ഞാൻ എടുക്കുന്നതിൽ വല്ല കുഴപ്പമുണ്ടോ? എന്താ ചോദ്യം? ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ ചോദിക്കുക. അപ്പൊ ഇനി മുതൽ പൈസ ഒക്കെ സൂക്ഷിച്ചോണം കേട്ടോ. ഭാര്യമാര് ഭർത്താക്കന്മാരുടെ പൈസ അടിച്ചു മാറ്റാറുണ്ട് ഇല്ലേ ചില സമയങ്ങളിൽ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടുക്കാറില്ലേ? നിങ്ങളെന്താ ഉണ്ടായിരിക്കണേ? നിങ്ങൾ അറിയണില്ല, പോക്കറ്റിൽ നിന്ന് തുണി കഴുകാൻ കൊടുക്കുമ്പോഴൊക്കെ എടുക്കാറില്ലേ? ജോലി കഴിഞ്ഞ് നേരെ വന്നിട്ട് ഉടുപ്പൂരി ഇടുമ്പോൾ അതിനകത്തുനിന്ന് ബിസ്മിയും പറഞ്ഞിട്ട് ഒരു 100ന്റെ നോട്ട് എടുക്കാറില്ല? അറിയണ്ട. അപ്പൊ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, എൻ്റെ ഭർത്താവ് എനിക്കും എൻ്റെ മക്കൾക്കും ചെലവിന് തരുന്നില്ല, അതുകൊണ്ട് ഞാൻ അനുവാദമില്ലാതെ പൈസ എടുക്കുന്നത് തെറ്റാണോ നബി? എടുക്കാൻ പറ്റുമോ? വല്ലാത്ത ഒരു ചോദ്യം. നമ്മുടെ ഭാര്യമാരി വയല് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടുക്കാവോ? നിങ്ങളെന്താ പറ മനുഷ്യന്മാരെ, എടുക്കാവോ? ഈ ഫാൻ ഓഫാക്കോ? എടുക്കാൻ പാടില്ല അല്ലേ? ഞാൻ പറഞ്ഞു തരാം, പാടുണ്ടോ ഇല്ലയോ എന്ന്. ഈ ഫാൻ ഓഫാക്കിയാൽ മഹദിയായ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ, അബൂ സുഫിയാൻ, എൻ്റെ ഭർത്താവ് അബൂ സുഫിയാൻ എനിക്കും എൻ്റെ മക്കൾക്കും ഭക്ഷണം വാങ്ങിത്തരുന്നില്ല, ഞങ്ങൾക്ക് ചിലവിന് തരുന്നില്ല, അതുകൊണ്ട് അവിടുത്തെ പൈസ എടുക്കാൻ വല്ല വഴിയുണ്ടോ? തെറ്റാണോ ശരിയാണോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഹിന്ദേ, നിനക്ക് നിന്റെ മക്കൾക്കും നിന്റെ ഭർത്താവ് ചെലവിന് തരുന്നില്ലെങ്കിൽ ചെലവിന് ആവശ്യമുള്ളത് എടുത്തുകൊള്ളാം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, നിനക്കും നിന്റെ മക്കൾക്കും നിന്റെ ഭർത്താവായ അബൂ സുഫിയാന് ചിലവിന് തരുന്നില്ലെങ്കിൽ
നിനക്ക് ഭക്ഷണം സാധനങ്ങൾ വാങ്ങിത്തരുന്നില്ല, നിനക്ക് നിന്റെ മക്കൾക്കും ആവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങിത്തരുന്നില്ലെങ്കിൽ അതിന് ആവശ്യമുള്ളത് മാത്രം എടുത്തുകൊള്ളൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭാര്യമാർ പറയും, ഇങ്ങാരെ കൊണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു നല്ല വാഴ്ന്ന് കേട്ടു. ഇന്ന് ഈ പ്രസംഗം കേൾക്കുന്ന ഭാര്യമാർ പറയും, എന്ന് വാഴ്ന്ന് പറഞ്ഞാലും പെണ്ണുങ്ങളെ കുറ്റവാ പറയണേ, ഇന്ന് ആദ്യമായിട്ടൊരു നല്ല കാര്യം പറഞ്ഞു, അതുകൊണ്ട് എല്ലാവരും പൈസ വെക്കുമ്പോൾ സൂക്ഷിക്കുക. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം പെണ്ണുങ്ങൾ വിചാരിക്കുക അപ്പം അടിച്ചു മാറ്റുന്നതിൽ കുഴപ്പമില്ല. അങ്ങനല്ല. ഭർത്താവ് ചിലവിന് തരുന്നില്ലെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുത്ത് ആവശ്യത്തിനുള്ളതേ എടുക്കാവൂ. അപ്പം ആവശ്യത്തിന്, അല്ലാതെ ചില പെണ്ണുങ്ങൾ അങ്ങനെയല്ലോ, ഭർത്താവിനോട് പറയിക്ക ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത്തിരി 10 രൂപയൊക്കെ എടുക്കാറുണ്ട്, അനുവാദം അങ്ങ് ചോദിക്കും, പൊരുത്തപ്പെട്ടേക്കണം കേട്ടോ, പിന്നെ എടുപ്പലോട് എടുക്കുക, പൈസ അടിച്ച് മാറ്റി കൊണ്ടുപോവാ. അതങ്ങനല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു ചിലവിന് കൊടുക്കാതെ വന്നപ്പോൾ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, എടുക്കുന്നതിൽ കുഴപ്പമില്ലെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങ് ജായിസാക്കി എടുത്തിട്ട് ഇനി മോഷണം തുടങ്ങലല്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തിനാ അതിൻ്റെ ആവശ്യം? നിന്റെ ഭാര്യയ്ക്ക് നീ ചിലവിന് കൊടുക്കണമല്ലോ. ചിലവിന് കൊടുക്കാൻ കഴിവുള്ളവനല്ലേ പെണ്ണ് കെട്ടാൻ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തേ പറഞ്ഞേ? എടാ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ദീൻ എവിടെന്ന് പറഞ്ഞത്, നിനക്ക് നിൻ്റെ ഭാര്യയ്ക്കും നിൻ്റെ മക്കൾക്കും ചെലവിന് കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ നീ പെണ്ണ് കിട്ടിയാൽ മതി, ഇല്ലെങ്കിൽ പോയിരുന്ന് ദിക്ർ പറയാനാ പറഞ്ഞേ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അങ്ങനല്ലേ പറഞ്ഞേ? എടാ, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിവില്ലാത്തവൻ പെണ്ണ് കെട്ടാ ഇസ്ലാം പറഞ്ഞോ? നിങ്ങൾ പരമനുഷ്യന്മാരെ പറഞ്ഞോ? പറഞ്ഞില്ല. അപ്പം ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനാ പെണ്ണ് കെട്ടേണ്ടത്. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, കൊടുക്കാതെ വരുമ്പോൾ അവിടെ നിന്ന് ഭാര്യ എടുക്കുന്നതിൽ കുഴപ്പമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, പ്രവാചകൻ ഒരിക്കലും പിശുക്കനായിരുന്നില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെ നിന്ന് പിശുക്കനായിരുന്നില്ല. പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ ബഖീലു ബഈദു മിനല്ലാഹ് ബഈദു മിനന്നാസ് ഖരീബും മിനന്നാർ. അല്ലാഹുവിൻ്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, പിശുക്കന്മാരുണ്ടല്ലോ, സ്വന്തം കുടുംബത്തിന് പോലും ചിലവിന് കൊടുക്കാത്തവർ, സ്വന്തം മക്കൾക്ക് പോലും ചിലവിന് കൊടുക്കാത്തവർ, മക്കൾക്കൊരു നല്ല വസ്ത്രം എടുത്തു കൊടുക്കാത്തവർ, പള്ളിക്കല്ല മറ്റു കാര്യങ്ങൾക്കല്ല, സ്വന്തം കുടുംബത്തിന് പോലും 5 നയാ പൈസ കൊടുക്കാത്ത ബഖീലുണ്ടല്ലോ, അവൻ അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്ന് വിദൂരമാണ്. അവനെ പടച്ച റബ്ബിന്റെ അടുക്കൽ നിന്ന് വിദൂരമാണ്, ജനങ്ങളിൽ നിന്ന് വിദൂരമാണ്. അവൻ നരകത്തിലേക്ക് അടുത്തവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പിശുക്കെന്ന് പറയുന്ന സ്വഭാവം, അതിനെന്താ ഇപ്പൊ ഇവിടെ പറയുക? കഞ്ചൂസ്. അതൊരു അറബി വാക്കം കണ്ടല്ലേ? ഓ, ഫാൻ ഇട്ടോപ്പ, അത് ഓഫാക്കിയപ്പോഴത്തേക്ക് ഇപ്പൊ നരക ഓർമ്മ വരുന്നു. കഞ്ചൂസ്, അങ്ങനെ പറയല്ലേ? ശരി, എന്തിലാവട്ടെ, ഞങ്ങളുടെ നാട്ടിൽ പോയി പറഞ്ഞാൽ വേറെ എന്തെങ്കിലും വിചാരിക്കുമോ? അതുകൊണ്ട് വേണ്ട. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വിദൂരമാ. പള്ളിക്ക് ചോദിച്ചാലും, പാപങ്ങൾക്ക് ചോദിച്ചാലും, യതീമീങ്ങൾക്ക് ചോദിച്ചാലും, മദ്രസകൾക്ക് വേണ്ടി ചോദിച്ചാലും, കോളേജുകൾക്ക് വേണ്ടി ചോദിച്ചാലും 5 പൈസ പെണ്ണുമ്പിള്ളയ്ക്ക് മക്കൾക്ക് പോലും കൊടുക്കത്തില്ല. ഇവൻ അള്ളാഹുവിൽ നിന്ന് വിദൂരമാണ്, ജനങ്ങളിൽ നിന്ന് വിദൂരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇപ്പോൾ ഒരു നല്ല കാര്യം, ഇപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ വയലുകൾ വെക്കും. അപ്പോൾ പിരിവിൻ്റെ സമയമാകുമ്പോൾ ചില ആൾക്കാർ പറയും, എടാ അബൂബക്കർ ഹാജി എടുത്ത് പോകാം വല്ലതും ചോദിക്കാൻ. എൻ്റെ പൊന്നാര ചങ്ങാതി, അങ്ങാരെടുത്ത് പോയാൽ എണ്ണ അടിക്കേണ്ട കാശ് തന്നെ വെറുതെയാ, കാരണം പോയിട്ട് കാര്യമില്ല. അങ്ങോട്ട് പോയാൽ തരില്ല എന്ന് പറയുന്നൊരവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബഖീല്, പിശുക്കനായ മനുഷ്യൻ, അവൻ അള്ളാഹുവിൽ നിന്ന് വിദൂരത്തിലാണ്, ജനങ്ങളിൽ നിന്ന് വിദൂരത്തിലാണ്, അവൻ നരകത്തിലേക്ക് അടുത്തവനാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ.